ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ നെഞ്ച് തകർന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇന്ത്യയിലിരുന്ന് ചില ആളുകൾ നെഞ്ച് തിരുമുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ചോറ് ഇവിടെയും കൂറ് അവിടെയായാലുള്ള കുഴപ്പമാണ്. പക്ഷെ ഇതിനിടയ്ക്ക് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അസ്ഥാനത്തുള്ളൊരു ചോദ്യം: ഇന്ത്യയുടെ എത്ര റാഫേൽ വിമാനങ്ങൾ നഷ്ടപ്പെട്ടു? ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് പാകിസ്ഥാനെ വിവരം അറിയിച്ചിരുന്നു. സത്യത്തിൽ രാഹുൽ ഗാന്ധി ഈ ടെലിവിഷനൊന്നും കാണുന്നില്ലേ? ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയും അതുപോലെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ രാജീവ് ഗായ്, ഇന്ത്യയുടെ എയർ മാർഷൽ NK ഭാരതി ഇവർ വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്. All our pilots are back home. ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ആദ്യ ഘട്ടം കഴിഞ്ഞപ്പോൾ ഇവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇന്ത്യയുടെ എല്ലാ വൈമാനികരും സുരക്ഷിതരാമായി തിരിച്ചെത്തിയിട്ടുണ്ട്. ഇത് യുദ്ധസമാനമായൊരവസ്ഥയാണ്. പാകിസ്ഥാന്റെ അതിർത്തിക്കപ്പുറത്തേക്ക് ഇന്ത്യൻ സൈന്യം കിടന്നാക്രമിക്കുകയും 10ഓളം തീവ്രവാദികളുടെ കേന്ദ്രങ്ങൾ തകർക്കുകയും പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവരുടെ മിലിറ്ററി എയർഫോഴ്സിൻ്റെ റൺവേയും വിമാനങ്ങൾ സൂക്ഷിക്കുന്ന ഹാങ്ങറുകൾ ഉൾപ്പെടെ ഇന്ത്യ തകർത്തപ്പോൾ സത്യത്തിൽ പാകിസ്ഥാൻ അങ്ങ് വരണ്ടുപോയി. ആ വരണ്ടുപോയ നിമിഷത്തിലാണ് അവർ ലോകരാഷ്ട്രങ്ങളുടെയൊക്കെ സഹായം അഭ്യർത്ഥിച്ചതും ഇന്ത്യയിൽ വെടിനിർത്തലിനുള്ള സന്നദ്ധത ഇന്ത്യയെ അറിയിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടായത്. ആ വെടിനിർത്തൽ പാകിസ്ഥാനെ സംബന്ധിച്ച് അവർ ഇന്ത്യയുടെ മുന്നിൽ തോറ്റു എന്ന് പറഞ്ഞാൽ അസീം മുനീറിനെ സംബന്ധിച്ചും ഷബാസ് ഷെറീഫിനെ സംബന്ധിച്ചും അവരുടെ കസേര തെറിക്കുന്ന ആവശ്യമാണ്. യുദ്ധം തോറ്റ, ഒരു ഏറ്റുമുട്ടലിൽ പരാജയപ്പെട്ട ഒരാൾക്ക് ലോകത്തെവിടെയെങ്കിലും ഫീൽഡ് മാർഷൽ കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ പാകിസ്ഥാന്റെ ആർമി ചീഫ് അസീം മുനീറിനെ പാകിസ്ഥാൻ സർക്കാർ ഫീൽഡ് മാർഷായി സ്ഥാനക്കയറ്റം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അസ്ഥാനത്ത് രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആർക്കു വേണ്ടിയാണ്? അതിൻ്റെ ഗുണം കിട്ടുന്ന ആർക്കു വേണ്ടിയാണ്? യുദ്ധത്തിൽ ഇന്ത്യയിലെ ഒരു വൈമാനികനും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഇന്ത്യ പറയുമ്പോൾ അത് വിശ്വാസത്തിലെടുക്കാൻ എന്താണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് ഇത്ര ബുദ്ധിമുട്ട്? ഇന്ത്യയെ സംബന്ധിച്ചൊരു യുദ്ധമാണ്, യുദ്ധസമാനമായ സാഹചര്യമാണ്. പരസ്പരം ഏറ്റുമുട്ടുകയാണ്. സ്വാഭാവികമായി ചിലപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും നഷ്ടങ്ങളുണ്ടാവാം. ഇന്ത്യൻ മാധ്യമങ്ങൾ തന്നെ അമേരിക്കയുടെ F-16 CJ-10 CJ അതുപോലെ തന്നെ ചൈന നിർമ്മിതമായ CJ-17 ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ ഇന്ത്യ വെടിച്ചു വെച്ചിട്ടതായി പാകിസ്ഥാന്റെ മിസൈലുകളെ ഇന്ത്യ വെടിവെച്ചിട്ട് തന്നെയും ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സ്ഥലത്തും ഇന്ത്യൻ സൈന്യം ഞങ്ങൾ ഇത്ര വിമാനങ്ങൾ വെടിവെച്ചിട്ട് വന്നു. റാവൽപിണ്ടിയിലെയും അതുപോലെ തന്നെ ഇസ്ലാമാബാദിലെയും ഒക്കെയുള്ള പാകിസ്ഥാൻ ആർമിയുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോൾ അവരുടെ വിമാനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഹാങ്ങറുകളും ഇന്ത്യയെ ആക്രമിച്ചു. വിമാനങ്ങൾ സൂക്ഷിച്ച ഹാങ്ങറുകളിൽ ഇന്ത്യൻ മിസൈലുകൾ പതിച്ചാൽ എന്ത് സംഭവിക്കും? ഇത് പാകിസ്ഥാൻ എന്ത് നഷ്ടമുണ്ടായെന്നാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നതെങ്കിൽ അത് പറയേണ്ട സമയത്ത് ഇന്ത്യൻ സൈന്യം പറയും. അതിനൊരു സമയമുണ്ട്. ഇവിടെ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല. കൊല്ലുന്ന മന്ത്രിക്ക് കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറയുന്ന പോലെയാണ് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ പാർട്ടി പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ. അദ്ദേഹം പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂർ ഒരു തട്ടിക്കൂട്ടാണ്. എൻ്റെ ഖാർഗെജി, നിങ്ങളൊന്നും മനസ്സിലാക്കുക. നിങ്ങൾ ഈ 60 വർഷം ഇന്ത്യ ഭരിച്ചൊരു പാർട്ടിയാണ്. നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ 2005 ഡൽഹിയിൽ ഒരു സ്ഫോടന പരമ്പരകൾ ട്രെയിനിൽ നടന്നു. നിങ്ങൾ എവിടെയെങ്കിലും പോയി തിരിച്ചെത്തിച്ചിട്ടുണ്ടോ? വാരാണസി എന്ന ഇന്ത്യയുടെ ആത്മീയ തീർത്ഥാടന കേന്ദ്രത്തിൽ സ്ഫോടനം നടന്നു. നിങ്ങൾക്ക് തിരിച്ചടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സംഝോത എക്സ്പ്രസിൽ സ്ഫോടനം നടന്നു. നിങ്ങൾക്ക് തിരിച്ചടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കറാച്ചിയിൽ നിന്ന് ഭീകരന്മാരും ബോംബെയിലെത്തി. ബോംബെയിലെ തെരുവീതികളും റെയിൽവേ സ്റ്റേഷനുമൊക്കെ കണ്ണിൽ കണ്ടവരെയൊക്കെ വെടിവെച്ച് 260 പേരെ കൊന്നപ്പോൾ നിങ്ങൾക്ക് തിരിച്ചടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തിരിച്ചടി എന്ന കാര്യം ഇന്ത്യക്കാരൻ അറിയാൻ തുടങ്ങിയത് നരേന്ദ്രമോദി വരുമാണ്. അത് ഉറിയിലല്ല, അതിനു മുമ്പ് മ്യാൻമാറിലെ തീവ്രവാദികളുടെ കേന്ദ്രത്തിൽ കിടന്നു കയറി അവരെ വധിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ അതിർത്തി കിടന്നുള്ള ഓപ്പറേഷനുകൾ ആരംഭിച്ചത്. ഉറിയിൽ ഇന്ത്യൻ സൈന്യം പാക്-അധീന കാശ്മീരിൽ കിടന്ന് തീവ്രവാദികളെ വധിച്ചു. ബാലാക്കോട്ടിൽ ഇന്ത്യൻ സൈന്യം വ്യോമാക്രമണം നടത്തിയപ്പോൾ ഇതേ ചോദ്യം രാഹുൽ ഗാന്ധി ചോദിച്ചു: ഇന്ത്യ വ്യോമാക്രമണം നടത്തിയതിന് തെളിവുണ്ടോ? പിറ്റേ ദിവസം അഭിനന്ദ് വർത്തമാൻ എന്ന ഇന്ത്യയുടെ അഭിമാനമായ വൈമാനികൻ വാഗ അതിർത്തി കിടന്ന് ഭാരതത്തിലേക്ക് നെഞ്ചുവിരിച്ചു വന്നപ്പോൾ രാഹുലിന് ഉത്തരം മുട്ടുന്നൊരവസ്ഥയുണ്ടായി. ഇവിടെ റാഫേൽ വീണിട്ടുണ്ടെങ്കിൽ ആ റാഫേൽ നമ്മുടെയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെയാണ്. ഈ രാഹുൽ ഉൾപ്പെടെയുള്ള രാജ്യത്തിൻ്റെയാണ്. പിന്നെ നിങ്ങൾക്ക് സംശയമാണ് ഇന്ത്യൻ ഇൻ്റലിജൻസ് വീഴ്ച സംഭവിച്ചിട്ടുള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻ്റലിജൻസ് വീഴ്ച നടന്ന സംഭവം കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അവരുടെ
സുരക്ഷാ ഗാർഡുകളുടെ വെടിയേറ്റ് മരിച്ചപ്പോഴാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ച നടന്നിട്ടുള്ളത്. ഇന്ത്യയിൽ മുംബൈ ആക്രമണത്തിൽ സുരക്ഷാ വീഴ്ച നടന്നിട്ടല്ലേ? എന്തിന് ലോകത്തെ എല്ലായിടത്തും ചാരക്കണ്ണ് വഹിക്കുന്ന അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിക്കപ്പെട്ടപ്പോൾ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടില്ലേ? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ എന്തെങ്കിലും പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം നമ്മൾ ആ രാജ്യത്തോടൊപ്പം നിൽക്കണം. നമ്മുടെ രാജ്യം അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തയ്യാറാവുകയാണ്. നമ്മളൊക്കെ ഓർക്കണം, പഹൽഗാമിൽ നമ്മുടെ പുരുഷന്മാരെ തെരഞ്ഞു പിടിച്ച് അവരുടെ ജാതിയും മതവും നോക്കി അവരെ വെടിവെച്ച് കൊന്നിരുമ്പോൾ കർണാടകക്കാരനായ മഞ്ജുനാഥ് റാവു എന്ന മനുഷ്യനെ വെടിവെച്ച് വീഴ്ത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പല്ലവി ആ തീവ്രവാദിയോട് പറഞ്ഞു, നിങ്ങൾ എന്നെയും കൊല്ലൂ. എന്നാൽ തീവ്രവാദി പുച്ഛത്തോടെ പറഞ്ഞത്, നിന്നെ ഞാൻ കൊല്ലില്ല, നീ പ്രധാനമന്ത്രി മോഡിയോട് ചെന്ന് പറയൂ എന്നാണ്. ഈ 26 പേരും മരിച്ചിട്ടുണ്ടെങ്കിൽ ആ 26 കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയത്. ഈ രാജ്യത്തെ ജനങ്ങൾക്കൊപ്പം, അവരുടെ സുരക്ഷയ്ക്കൊപ്പം, അവരുടെ ആത്മാഭിമാനത്തിനൊപ്പം നിൽക്കുന്ന ഒരു രാജ്യവും സർക്കാരും ഭരണകൂടവും ഇവിടെയുണ്ട്. അതിന് ശക്തമായ പിന്തുണ നൽകാനുള്ള സൈന്യവുമുണ്ട്. ഈ നാളെ ഒരു ഇന്ത്യക്കാരനെ ആക്രമിക്കാൻ ശക്തി ലോകത്ത് ഏത് തീവ്രവാദിയായാലും ഇന്ത്യയുടെ അതിർത്തി കടന്ന് ഇന്ത്യക്കുള്ളിൽ ഒരു അക്രമം നടത്താൻ തയ്യാറാകുമ്പോൾ അവനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ പോലും ഒന്ന് മുട്ടുവിറയ്ക്കും. കാരണം അടിച്ചാൽ തിരിച്ചടിക്കുന്നവനാണ് ഇന്ത്യക്കാരൻ. നമുക്ക് അഭിമാനമല്ലേ തോന്നണ്ട രാഹുൽ ഗാന്ധി? രാഹുൽ ഗാന്ധി മനസ്സിലാക്കാൻ, നിങ്ങൾ ഇന്ന് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവാണ്. 1994 കോൺഗ്രസ്സുകാരനായ നരസിംഹറാവു ഇന്ത്യ ഭരിക്കുമ്പോൾ UN-ലെ മനുഷ്യാവകാശ സംഘടനയുടെ യോഗത്തിലേക്ക് ഇന്ത്യ ഒരു പ്രതിനിധി സംഘത്തെ അയച്ചു. അന്ന് ആ പ്രതിനിധി സംഘത്തെ നയിച്ചത് 3 തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള BJP-കാരനായ അടൽ ബിഹാരി വാജ്പേയിയാണ്. അന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയാണ് UN-ൽ ഇന്ത്യയുടെ വാദഗതികൾ ഉയർത്തിയത്. അതേ അടൽ ബിഹാരി വാജ്പേയിയാണ് 71 യുദ്ധത്തിൻ്റെ കാലത്ത് ഇന്ത്യയെ ദുർഗ എന്ന് വിളിക്കുന്നത്. ആ സമയം അടൽ ബിഹാരി വാജ്പേയി ജനസംഘക്കാരനോ BJP-കാരനോ ആർഎസ്എസ്കാരനോ ആയല്ല, അദ്ദേഹം ഭാരതീയനായാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പിന്തുണ കൊടുത്തത്. രാഹുൽ ഇനിയും പാഠങ്ങൾ പഠിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യയുടെ അക്രമത്തിൽ ചങ്കുപൊട്ടി നിൽക്കുന്നവർക്ക് വേണ്ടി ചങ്ക് തിരുമാൻ പോകുന്ന ഒരു തരംതാണ രാഷ്ട്രീയക്കാരനായത്. ഇന്ത്യ ഒരുപാട് വർഷക്കാലം ഭരിച്ച ഒരു കോൺഗ്രസ് കുടുംബത്തിലെ അവസാന പ്രതിനിധിയായിരിക്കുന്ന രാഹുൽ ഗാന്ധി, നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് നിങ്ങൾക്ക് വലിയൊരു ബാധ്യതയുണ്ട്, ഒരു ഉത്തരവാദിത്തമുണ്ട്. ഒരുപക്ഷെ 3 തുടർ പരാജയങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം 99 സീറ്റ് നേടി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായപ്പോൾ ഒരു തിരിച്ചുവരവ് സ്വപ്നം കണ്ട നിങ്ങളുടെ മോഹങ്ങൾ തകർത്തതായിരിക്കാം ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും ഡൽഹിയിലെയും ഒക്കെ തെരഞ്ഞെടുപ്പ്. നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും നയങ്ങളുടെയാണ്. ഈ നാട്ടിലെ ജനങ്ങൾ ഇന്ത്യക്കും നരേന്ദ്രമോദിക്കും ഒപ്പമുണ്ട്. ജയ് ഹിന്ദ്.